സോ ദ ചാപ്റ്റർ നെയിം ഈസ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് ചാർജാണ്. ചാർജ് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണ് അല്ലേ? ശരിയാണോ? ഇലക്ട്രോൺ ഈസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഈസ് ഇറ്റ് കറക്റ്റ്? ബിനോ, ഐഷ, സേതുലക്ഷ്മി, കറക്റ്റ്? ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ ഈസ് സെഡ് ടു ബി എ പോസിറ്റീവ് ചാർജ്. നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഒരു ഇലക്ട്രോൺ എൻ്റെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ചാർജ്, സ്മോളസ്റ്റ് പോസിബിൾ ചാർജ്. അതാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ പിന്നെ പകുതിയാക്കാനോ 1/3 ആക്കാനോ ഒന്നും പറ്റൊന്നുമില്ല. സോ ദ ഇലക്ട്രോൺ ഈസ് സെഡ് ടു ബി നെഗറ്റീവ്ലി ചാർജ്. ആബ്സെൻസ് ഓഫ് എൻ ഇലക്ട്രോൺ വരുമ്പോൾ നമ്മളതൊരു പോസിറ്റീവ് ചാർജ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാതെ സമയം കളയാണ്. സോ ചാർജിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് യൂണിറ്റ് ഓഫ് ചാർജ്. യൂണിറ്റ് ഓഫ് ചാർജ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സപ്പോസ് an object has 6 × 10⁻18 electrons. ഇനി വെറുതെ എഴുതിക്കോട്ടെ. ഒരു ഒബ്ജക്റ്റിനുള്ളിൽ ഇത്രയും ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോണിന് ഓരോ ഇലക്ട്രോൺസും ചാർജ്ഡ് പാർട്ടിക്കിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സപ്പോസ് ഐ ഹാവ് 6 × 10⁻18 electrons. ഡെഫിനിഷൻ പറയാൻ വേണ്ടിയാണ്. സപ്പോസ് ഐ ഹാവ് 6 × 10⁻18 electrons, then the charge is said to be 1 coulomb. Unit of charge coulomb ആണ്. 1 coulomb is defined as 6 × ഈ വാല്യൂ ബൈ ഹാർട്ട് ആക്കണം, പ്രോബ്ലം വരും. 6 × 10⁻18 ചാർജ് ഓഫ് ഇലക്ട്രോൺ. അതായത് ഇത്രയേ ഉള്ളൂ, ഓരോ ഇലക്ട്രോണും ചാർജ്ഡ് പാർട്ടിക്കിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. സോ എൻ്റെ കയ്യിൽ 6 × 10⁻18 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 1 coulomb ചാർജ് ഉണ്ട്. ക്ലിയർ? ശരിക്കും നെഗറ്റീവ് സൈൻ ഉണ്ട് ഇലക്ട്രോണിന്, ഞാനിപ്പോൾ ഇവിടെ സൈൻ പറയുന്നില്ല എന്ന് മാത്രം. സപ്പോസ് എൻ്റെ കയ്യിൽ 6 × 10⁻18 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എൻ്റെ കയ്യിൽ 1 coulomb ചാർജ് ഇരിപ്പുണ്ട്. സിമ്പിൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? എവിടെ അല്ലേ? ഈ വാല്യൂ ബൈ ഹാർട്ട് ആക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കും, 1 coulomb ഈസ് ഇക്വാലൻ്റ് ടു 6 × 10⁻18 ഇലക്ട്രോൺ. അതിൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ. സ്മോൾ ലെറ്റർ ഇ സ്റ്റാൻഡ്സ് ഫോർ ചാർജ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 6 × 10⁻18 ഈ 1 coulomb ആണെന്നാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത്. ആണല്ലോ, 6 × 10⁻18 ഈ 1 coulomb ആണെന്നല്ലോ ഇപ്പം തന്നെ പറഞ്ഞത്. രണ്ട് സൈഡിലും 6 × 10⁻18 ഡിവൈഡ് ചെയ്താലോ? അതായത് ഒന്നുമില്ല, ലെഫ്റ്റ് സൈഡിൽ ഞാൻ 6 × 10⁻18 ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡിലും എന്ത് ചെയ്യണം? 6 × 10⁻18 ഡിവൈഡ് ചെയ്യണം. സേതുലക്ഷ്മിക്ക് കേൾക്കാമല്ലോ അല്ലേ? സേതുലക്ഷ്മി ഓഡിബിൾ. ഓക്കെ, കോള് വരുന്നുണ്ടല്ലോ സേതുലക്ഷ്മി മറ്റേ നമ്പറിൽ നിന്ന്. ഓക്കെ, അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. 6 × 10⁻18 രണ്ട് സൈഡിൽ ഡിവൈഡ് ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇവിടെ ഇപ്പോൾ 6 × 10⁻18 ക്യാൻസൽഡ്. വി ഗെറ്റ് 1e. 1e എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. നെഗറ്റീവ് സൈൻ ഉണ്ട്, ഞാനിപ്പോൾ സൈനിനെ പറ്റി ഇപ്പം മിണ്ടുന്നില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് അങ്ങനെ പറ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ അങ്ങനെ പറയും. അപ്പോൾ 1e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1/6 × 10⁻18 ഞാൻ കാൽക്കുലേഷൻ കാണിക്കുന്നില്ല. 1/6 × 10⁻18 എന്ന് പറഞ്ഞാൽ 1.6 × 10⁻−19 coulomb. ഞാൻ ബോക്സിനകത്ത് ഇടുന്ന കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കൂളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 6 × 10⁻18 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 1 coulomb ചാർജ് എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് റിമെമ്പർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓഫ് എ സിംഗിൾ ഇലക്ട്രോൺ. Magnitude of the charge of the single electron is said to be 1.6 × 10⁻−19 coulomb. വാല്യൂസ് എല്ലാം ബൈ ഹാർട്ടാക്കി വെക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലേ? ശരിയല്ലേ സേതുലക്ഷ്മി?
ബിനോ ഐഷ് ഓക്കെ. പിന്നെ ചാർജിന് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരും കേട്ടോ. പിന്നെ ചാർജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണ് അറിയാമല്ലോ, ഇപ്പോൾ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വരുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ്, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ പ്ലസ് ഇ എന്നുള്ള രീതിയിൽ, അത്രയേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അവിടെ പ്ലസ് ഇ ചാർജായി മാത്രം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ അടുത്തതിലോട്ട് പോകാം. ഇതൊന്ന് നോട്ട് ചെയ്യാം, ഒരു മിനിറ്റ്. ഓക്കെ, സോ റിമെമ്പർ, പ്ലീസ് റൈറ്റ് ഇറ്റ് ആസ് നോട്ട്. ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. പ്ലസ് മൈനസ് ആണെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത് രണ്ടും സെയിം സൈൻ ആണെന്ന് വിചാരിക്കുക. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ. ഇവിടെ ഉള്ള മീഡിയം എയർ ആണ് അല്ലെങ്കിൽ വാക്യൂമാണ്, എയർ ഓർ വാക്യൂം. ഇത് തമ്മിലൊരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. Q1 repelled by Q2 with some force F. Q1 is repelled by Q2 by some force F. അതേപോലെ തന്നെ Q2 is repelled by Q1 by the same force. ലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ റിപ്പൽ ചെയ്യും. ആ ഫോഴ്സ് കാണാനുള്ള ഫോർമുലയാണ് കൂളംസ് ലോ പറയുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടി വരും. എക്സാമിന് കൂളംസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടി വരും, ഫോർമുല എഴുതേണ്ടി വരും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതുപയോഗിച്ചിട്ടാണ് ഫോർമുല എഴുതുന്നത്. ഞാൻ വായിക്കാം. കൂളംസ് ലോ എന്താണെന്ന് വെച്ചാൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിൻറ്റ് ചാർജസ്, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിൻറ്റ് ചാർജസ് വേരിയഡ് ഇൻവേഴ്സ്ലി ആസ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ചാർജസ് ആൻഡ് ആക്റ്റഡ് അലോങ് ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. അതായത് ഫോഴ്സ് ഇതേ ലൈനിലാണെന്നാണ് ഉദ്ദേശിച്ചത്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ സെയിം ലൈനിലാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫോർമുല എഴുതണം നോക്കിക്കോ. ഇതിൻ്റെ ആക്ച്വൽ ഡെറിവേഷൻ വേണ്ട, എന്നാലും കുറച്ച് ഡെറിവേഷൻ പോലെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ കൂളംസ് ലോ പറയുന്നത് ഈ ഫോഴ്സ് കാണാനുള്ള ഫോർമുലയാണ് കൂളംസ് ലോ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഞാനൊന്ന് ഓർഡർ മാറ്റിക്കോട്ടെ. ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ചാർജസ്, പ്രോഡക്റ്റ് ഓഫ് ദ ടു ചാർജസ് വിത്തൗട്ട് കൺസിഡറിങ് ദ സൈനൊന്നും നോക്കാതെ Q1 ഇൻറ്റു Q2 ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നത് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2. കൂളംസ് ലോ പറയുന്നത് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the product of the charges and inversely proportional to the square of the distance. അതായത് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് എഴുതിയാൽ മതി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ r² കൂടുന്തോറും ഫോഴ്സ് കുറയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കട്ടെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ r² കൂടുന്തോറും ഫോഴ്സ് കുറയും. r² 10 ഇരട്ടി ആയി കഴിഞ്ഞാൽ ഫോഴ്സ് 10 കുറയും. അങ്ങനെ. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഡബിൾ ആയാൽ ലെഫ്റ്റ് സൈഡ് ഡബിൾ ആവും. റൈറ്റ് സൈഡ് 10 ഇരട്ടി ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും 10 ഇരട്ടി ആവും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കാൻ പറ്റും. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് രണ്ടിൻ്റെ പ്രോഡക്റ്റ്, അത് മാത്സിലുള്ളൊരു റിസൾട്ടാണ്. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടു ക്വാണ്ടിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ എഫ് പ്രൊപ്പോർഷണൽ ടു ദയർ പ്രോഡക്റ്റ് Q1 Q2 by r² എന്ന് കിട്ടി. എക്സാമിന് ചോദിക്കുമ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കാണണേ. ഇവിടം വരെ ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും? സേതുലക്ഷ്മി, ബിനോയ്, ബിനു ക്ലിയർ ആണ്? ബിനു, സിദ്ധാർത്ഥ് ഓക്കെയാണ്. സോ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 by r² വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എഴുതേണ്ടി വരും അല്ലേ? റൈറ്റ് സൈഡിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് എഴുതണം. K ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ r². K എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്.
അതിൻ്റെ വാല്യൂ ഇപ്പോൾ പറഞ്ഞുതരാം. വാല്യൂ ബൈ ഹാർട്ടാക്കി വെക്കുക. കെ ഈസ് 9 × 10⁻⁹. യൂണിറ്റ് എങ്ങനെ വന്നെന്നുള്ളതൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. കെയുടെ വാല്യൂ 9 × 10⁻⁹ ബൈ ഹാർട്ടാക്കി വെച്ചോ. പ്രൊപ്പോർഷനാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് എഴുതേണ്ടി വരും. F = K × Q1 Q2 / R² ആണ് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. ഇനി കെ എന്നുള്ളത് നമ്മൾ പിന്നീടത്തേക്കാണ് കേട്ടോ, ഇപ്പോഴത്തേക്കല്ല. പിന്നീട് ഗോസസ് ലോ എന്നൊക്കെ പറഞ്ഞ കുറേ തിയറംസ് പഠിക്കുന്ന സമയത്ത് ഈ കെനെ നമ്മൾ വേറൊരു കോൺസ്റ്റൻറ്റിൻ്റെ രൂപത്തിൽ എഴുതും. അത് ഇപ്പോഴത്തേക്കുള്ളതല്ല. പിന്നീട് ഗോസസ് ലോ പഠിക്കുമ്പോൾ കെ നമ്മൾ വേറൊരു ഫോർമാറ്റിലോട്ട് എഴുതും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കെ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് റിട്ടേൺ ആസ് എങ്ങനെ വന്നതെന്നൊന്നും അറിയണ്ട. ഗോസസ് ലോ പറയുമ്പോൾ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ടേംസ് ഓഫ് അനദർ കോൺസ്റ്റൻറ്റ് ε0. ε0യുടെ സിഗ്നിഫിക്കൻസ് പിന്നീട് പഠിക്കും. കെ ഈസ് എ കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് സംടൈംസ് റിട്ടേൺ ഇൻ ടേംസ് ഓഫ് അനദർ കോൺസ്റ്റൻറ്റ് ε0, where ε0 is equal to 8.85 × 10⁻⁻². ഓക്കെ, ഈ കെയുടെ ഈ വാല്യൂ നമുക്കിപ്പോൾ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ, വെറുതെ എഴുതിയെന്ന് മാത്രം ഇപ്പോഴത്തേക്ക് ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് മെയിനായിട്ടുള്ളത് ഇതാണ്. K × Q1 Q2 / R² ഒന്ന് ബൈ ഹാർട്ടാക്കി വെക്കുക. ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ദ കൂളംസ് ലോ. ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഈക്വൽ ടു F = Q1 Q2 / R². K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 10⁻⁹ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക. ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതൊന്ന് എഴുതിയെടുക്കുക. എഴുതി കഴിഞ്ഞാൽ പറയാം. ലിസൺ, ദിസ് കൂളംസ് ലോ ആക്ച്വലി ഫോർ പോയിൻറ്റ് ചാർജസ്, പക്ഷേ ദിസ് ക്യാൻ ബി അപ്ലിക്കബിൾ ഫോർ ദ സ്പെറിക്കൽ ചാർജസ്. സ്പെറിക്കൽ ചാർജസിനും വരാം കേട്ടോ. അതായത് സ്പിയർ, എൻ്റെ കയ്യിലൊരു മെറ്റാലിക് സ്പിയർ ഉണ്ട്. മെറ്റാലിക് സ്പിയർ പോയിൻ്റായിട്ട് തന്നെ ഇരിക്കണമെന്നില്ല. ഇപ്പോൾ മെറ്റലിൻ്റെ 2 സ്പിയറാണ്. ഇപ്പോൾ നമ്മൾ ചാർജ് കൊടുത്തു, മനസ്സിലായല്ലോ. അതായത് ഇതിൽ നിന്ന് കുറേ ഇലക്ട്രോൺ പോയാൽ ഇത് പോസിറ്റീവ് ചാർജ് ആവും. അങ്ങനെയാണല്ലോ നമ്മൾ ചാർജ് പറയുന്നത്. ഇതിൽ നിന്ന് 10 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ +10e എന്നാണ് അതിൻ്റെ ചാർജ്. ഞാൻ വെറുതെ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ മെറ്റാലിക് ഒരു സ്പിയർ ആണുള്ളത്. അതിലിങ്ങനെ കുറേ ചാർജസ് ഉണ്ട്. ഇവിടുത്തെ ചാർജ് Q1 ഇവിടുത്തെ ചാർജ് Q2 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും പോയിൻറ്റ് ചാർജ് അല്ല, ഇഫ് ദ സ്പെറിക്കൽ ചാർജസ് ആണെന്നുണ്ടെങ്കിലും കൂളംസ് ലോ അപ്ലിക്കബിൾ ആണ്. സ്പെറിക്കൽ മറന്നു പോയത് കേട്ടോ. സ്പെറിക്കൽ ചാർജസ് ആണെങ്കിലും കൂളംസ് ലോ അപ്ലിക്കബിൾ ആണ്. പക്ഷെ നമ്മളപ്പോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ആയിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിക്കണേ. ദ കൂളംസ് ലോ അപ്ലിക്കബിൾ ഫോർ സ്പെറിക്കൽ ചാർജസ്. നമ്മൾ R എഴുതുന്ന സമയത്ത് R എന്തായിട്ട് എടുക്കണം? R മസ്റ്റ് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ്. Q1 Q2 ഇങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് എഴുതിയെടുത്തേക്ക്. ഇതും കൂടിയും കഴിഞ്ഞാൽ പറയാം കേട്ടോ. ഇത്ര എഴുതി വെച്ചാൽ മതി. അതായത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ദിസ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു ഡയറക്റ്റ് പ്രോബ്ലം ആണ്. വാട്ട് ഇസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് 2 × 10⁻⁻7 കൂളം ആൻഡ് 3 × 10⁻⁻7 കൂളം പ്ലേസ്ഡ് 30 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഇൻ എയർ. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും ഇരിക്കട്ടെ. വി ഹാവ് 2 ചാർജസ് Q1 ആൻഡ് Q2. ഇങ്ങനെ വരയ്ക്കുക. Q1 ആൻഡ് Q2. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 10⁻⁻7 കൂളം. Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁻⁻7 കൂളം. They are separated by a distance. They are separated by a distance R, which is equal to 30 സെൻറ്റിമീറ്റർ. അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും? അല്ലേ? ശരിയല്ലേ? എവിടെ? അപ്പോൾ ഇത് രണ്ടും ലൈക്ക് ചാർജസ് ആണ്. സെയിം സൈൻ ആയതുകൊണ്ട് ദേ വിൽ ബി റിപ്പൽഡ്. രണ്ടും തമ്മിൽ എന്താവും? റിപ്പൽ ചെയ്യും. റിപ്പൾസീവ് ഫോഴ്സ് ആണ്. ആർക്കെങ്കിലും ആൻസർ കിട്ടിയാൽ പറയണം.
എഫ് കാണാനുള്ള ഫോർമുല കെ ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അതെങ്ങനെ? കൂളംസ് ലോ. കെയുടെ വാല്യൂ ബൈ ഹാർട്ടാക്കാൻ പറഞ്ഞിരുന്നതാണ്. 9 × 10⁻⁹. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 10⁻⁻7. Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁻⁻7 ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കാനായിട്ട് അല്ലേ? എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് എപ്പോഴും ആവശ്യം വരുന്നതാണ്. സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കണമെങ്കിൽ 10⁻⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മില്ലിമീറ്ററിന് മീറ്റർ ആക്കണമെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കണതാണ്, എന്നാലും ഈ കൺവേർഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മില്ലിമീറ്ററിന് മീറ്റർ ആക്കണമെങ്കിൽ 10⁻³ കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അതായത് ഇനി എപ്പോഴും ആവശ്യം വരുന്ന ആയതുകൊണ്ട് പറഞ്ഞതാണ്. സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കണമെങ്കിൽ 10⁻⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 30 ആർക്കെങ്കിലും ആൻസർ കിട്ടിയാൽ പറയാം. 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30ന് ഞാൻ 3 × 10 എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. 30നെ 3 × 10 എഴുതിക്കോട്ടെ. സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻2 മീറ്ററാണ്. 30 സെൻറ്റിമീറ്റർ ഈസ് 30 × 10⁻⁻2 മീറ്റർ സ്ക്വയർ ഉണ്ടല്ലേ. 30ന് ഞാൻ 3 × 10 എഴുതി. ഓക്കെ, ഇവിടം വരെ ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ അല്ലേ? കാൽക്കുലേഷൻസ് ഞാൻ അങ്ങനെ അധികം സമയം കളയാറില്ല കേട്ടോ. ഏതായാലും ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മാത്രം ഞാൻ കാൽക്കുലേഷൻ എഴുതുള്ളൂ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മാത്രം. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 10ൻ്റെ പവറുകളെല്ലാം ആഡ് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 10ൻ്റെ പവറുകളെല്ലാം ആഡ് ചെയ്യണം. 9 - 7 2 ആണ്. 2 - 7 -5 ആണ്. ഇവിടെ താഴെ 3² ഉണ്ടല്ലോ. 3² അത് 9 ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 10ൻ്റെ പവർ ആഡ് ചെയ്തപ്പോൾ 10⁻⁻1 വരും ഇവിടെ. പക്ഷെ പുറത്തൊരു സ്ക്വയറുള്ള കാര്യം മറന്നുകൊണ്ടാ. 10ൻ്റെ പവർ ആഡ് ചെയ്തു, സ്ക്വയർ എഴുതി. ഇത് തുടക്കമായതുകൊണ്ട് ഞാൻ ഫുൾ സ്റ്റെപ്പ് പറഞ്ഞതാണ്. 9 - 9 പോയി. 2 × 3 6 × 10⁻⁻5 ഡിവൈഡഡ് ബൈ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റേസ്റ്റ് 2 തവണ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യും. 10⁻⁻2. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പവർ തമ്മിൽ മൈനസ് ചെയ്യണം. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ 10ൻ്റെ പവർ മൈനസ് ചെയ്യണം. -5 -2 പവറുകൾ തമ്മിൽ മൈനസ് ചെയ്യണം. ഇനി അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. 6 × 10⁻³ ന്യൂട്ടൺ ആണ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഈ ക്വസ്റ്റ്യൻ അല്ലേ സിദ്ധാർത്ഥ്? ഓക്കെ, അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കാം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. 1.2. ഓക്കെ. The electrostatic force on a small sphere of charge 0.4 microcoulomb. ഈ സിമ്പിൾ ഇനി എപ്പോഴും ആവശ്യം വരും. ഈ സിമ്പിൾ ഒന്ന് നോട്ട് ചെയ്തേക്കാം. മൈക്രോ എന്ന് പറയും. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ സൈഡിൽ എഴുതി വെക്കാം. ഞാൻ ഈ എഴുതുന്ന കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത് കേട്ടോ. ഞാൻ ഈ എഴുതുന്ന കാര്യം ഒരു കാരണവശാലും മറന്നു പോകരുത്. മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ആണ് മില്ലി. അതുകൊണ്ടാണല്ലോ മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ മില്ലി എന്നുള്ളത് 10⁻³ എഴുതുന്നത്. മില്ലി. പിന്നെ മില്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആൾ മൈക്രോയാണ്. ഈ സംഭവങ്ങൾ മറന്നു പോകരുത്.
നമ്മൾ ഫിസിക്സിൽ എപ്പോഴും ഇതുപോലത്തെ ആവശ്യങ്ങൾ വരും. മില്ലി എന്നുള്ളത് സ്മോൾ ലെറ്റർ എം. ഓക്കെ, മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 ആണ്. പിന്നെ നാനോ നമ്മൾ വേവ് ഒപ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററൊക്കെ എടുക്കുമ്പോൾ ഫുള്ള് നാനോമീറ്ററാണ്. വേവ് ലെങ്ത് ഒക്കെ പറയുന്നത് ഫുള്ളും നാനോമീറ്ററിലാണ്. അപ്പോൾ എക്സാമിനൊന്നും അവർ പറയില്ല നാനോ എന്ന് പറഞ്ഞാൽ അതാണ് എന്നൊന്നും പറയൊന്നുമില്ല, ബൈ ഹാർട്ട് ആക്കേണ്ടി വരും. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁹. പിന്നെ പൈക്കോ ഷോർട്ട് ഫോമിൽ പി എന്നാണ് എഴുതുക. അത് 10⁻⁻12 ആണ്. ഇത് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോ, ഇത് മറന്നു പോകരുത് കേട്ടോ. റിമെമ്പർ, എക്സാമിന് ഈ പറഞ്ഞ കാര്യം അവർ ക്വസ്റ്റ്യൻ തരില്ല. അപ്പോൾ മൈക്രോ, നാനോ, പൈക്കോ ഒക്കെ പഠിച്ചു വെച്ചോ. കപ്പാസിറ്റർ പഠിക്കുമ്പോൾ പൈക്കോ ഫാരഡ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് നല്ലപോലെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എ സ്മോൾ സ്പിയർ ഓഫ് ചാർജ് 0.4 മൈക്രോ കൂളം ഡ്യൂ ടു അനദർ സ്മോൾ സ്പിയർ -0.8 മൈക്രോ കൂളം ഇൻ ദ എയർ ഈസ് 0.2 ന്യൂട്ടൺ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സ്പിയേഴ്സ്? ഓക്കെ, രണ്ട് സ്പെറിക്കൽ ചാർജസ് ആണുള്ളത്. ഇവിടെ Q1 കാണാൻ പറ്റുമല്ലോ അല്ലേ, ഇവിടെ Q2 ആണ്. ശ്രദ്ധിച്ചിരിക്കണേ. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 മൈക്രോ കൂളം, Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -0.8 മൈക്രോ കൂളം. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള സെൻറ്ററിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അറിയില്ല, അതാണ് കാണേണ്ടത്. ഫോഴ്സ് അറിയാം. ഇത് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ദ ഫോഴ്സ് വിൽ ബി അട്രാക്റ്റീവ് ഇൻ നേച്ചർ. കാരണം ഓപ്പോസിറ്റ് ചാർജ് അല്ലേ. ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് ഒരു മിനിറ്റ് ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് അറിയാം. എഫ് എന്താണ്? 0.2 ന്യൂട്ടൺ. നമുക്ക് നേരെ തുടങ്ങാം. അപ്പോൾ എഫ് ഈക്വൽ ടു K × Q1 Q2 ഡിവൈഡഡ് ബൈ R². R² ആണ് വേണ്ടത്. നമ്മളിപ്പോൾ വാല്യൂ ഇട്ട് കൊടുക്കാൻ പാടില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ബിനോ, സേതുലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? സേതുലക്ഷ്മി, കീർത്തി, ഓക്കെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് × R² ഈക്വൽ ടു K × Q1 Q2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാ. നമ്മൾ ഫിസിക്സിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏത് ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിൻ്റെ ഫോർമുല ആദ്യം റെഡിയാക്കി വെക്കാം, എന്നിട്ട് മാത്രമേ വാല്യൂ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ആ രീതിയിലേ ചെയ്യാറുള്ളൂ. ഓക്കെ, നമുക്ക് ആരാണ് വേണ്ടത്, ആറിൻ്റെ ഫോർമുല റെഡിയാക്കി വെക്കാം. എഫ് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ R² ഈക്വൽ ടു K × Q1 Q2 ഡിവൈഡ് ബൈ എഫ് എന്ന് വരും. R² ഈക്വൽ ടു ദിസ്. അപ്പോൾ R ഈക്വൽ ടു റൂട്ട് ഓഫ് K × Q1 Q2 ഡിവൈഡ് ബൈ എഫ്. ഇതിന് വേണ്ടി 3-4 സ്റ്റെപ്പ് പോയാലും സാരില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ. അപ്പോൾ ആറാണ് കാണേണ്ടത്. ആറിൻ്റെ ഫോർമുല റെഡിയാക്കി വെച്ചു. നേരെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. റൂട്ട് ഓഫ് K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 9 × 10⁻⁹ ആണ്. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 മൈക്രോ. 0.4 ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മനസ്സിലാവും നിങ്ങൾക്ക്. 0.4 ഞാൻ 4 × 10⁻⁻1 എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പോയിൻ്റ് വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനേ നോക്കുള്ളൂ. അതുകൊണ്ട് 0.4 4 × 10⁻⁻1 എഴുതിയാലും തെറ്റൊന്നുമില്ല. പക്ഷെ അതിന് ശേഷം ഒരു മൈക്രോ വന്നിട്ടുണ്ട്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6. Q2 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഫോർമുലയിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഈ ഫോർമുലയിൽ കൂളംസ് ലോയിൽ സൈൻ നമ്മൾ എഴുതാറില്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് എഴുതിയാൽ മതി. ഇപ്പോൾ Q2 എന്ന് പറഞ്ഞാൽ 0.8 മൈക്രോ കൂളം. അതിൽ ആ 0.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 10⁻⁻1 ആണ്. 0.8 മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6. പോയിൻ്റൊക്കെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്,
0.2 ന്യൂട്ടൺ. 0.2 എന്ന് പറഞ്ഞാൽ 2 × 10⁻⁻1. പോയിന്റ് നമ്മൾ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ കാൽക്കുലേഷൻ. ഇങ്ങനെ വരും. സിംപ്ലിഫൈ ചെയ്തെടുക്കുക. വെട്ടിക്കളയുന്നത് ഇവിടെ ഒരു 10⁻⁻1 10⁻⁻1 പോയി. പിന്നെ ഇവിടെ ഈ 2ഉം ഈ 4ഉം കൂടി വെട്ടിപ്പോയപ്പോൾ മുകളിലൊരു 2 വന്നു. ഈക്വൽ റൂട്ട് ഓഫ് മുകളിലിപ്പോൾ ആരാ ബാക്കിയുള്ളത്? 9 × 2 18 16 9 × 16 മുകളിൽ ബാലൻസ് വരുന്നത് 9 × 16 × 10⁻². ഇങ്ങനെ വേഗം പറഞ്ഞു പൊക്കോട്ടെ അല്ലേ. 9 × 16 × 10⁻². 10ൻ്റെ പവറുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ 9 - 6 3 ആണ്. 3 - 1 2 ആണ്. 2 - 6 2 - 6 -4 ആണ്. വേറെ താഴെയൊന്നും ആരില്ല. താഴെ ആരുമില്ല. ടേക്കിംഗ് സ്ക്വയർ റൂട്ട്സ്. 9ൻ്റെ സ്ക്വയർ റൂട്ട്സ് 3 ആണ്. 16ൻ്റെ സ്ക്വയർ റൂട്ട് 4. 10⁻²ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ആ പവറിൻ്റെ ഹാഫ് എടുത്താൽ മതി. അതൊന്ന് ഓർമ്മ ഉണ്ടായാൽ മതി കേട്ടല്ലോ. 10⁻²ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ എന്താ ചെയ്യേണ്ടത്? പവറിൻ്റെ ഹാഫ് എടുത്താൽ മതി. മറന്നുകൊണ്ട. 10⁻⁻4ന് റൂട്ട് എടുക്കാനായിട്ട് -4ൻ്റെ ഹാഫ് എടുക്കുക. സോ R = 12 × 10⁻⁻² മീറ്റർ. നമ്മൾ ഇതിനു മുമ്പുള്ള യൂണിറ്റുകളെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതെ, അപ്പോൾ കുഴപ്പമില്ല. 12 × 10⁻⁻² മീറ്റർ ആണ് ആൻസർ. വേണമെങ്കിൽ 12 സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ദ ഫസ്റ്റ്? വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ഫസ്റ്റ്? എഫ് തന്നെയാണ്. രണ്ട് ചാർജിലും ഒരേ ഫോഴ്സാണ്. ഇതിൽ 0.2 ന്യൂട്ടൺ ആണ്, ഇതിലും 0.2 ന്യൂട്ടൺ തന്നെയാണ്. ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാമല്ലോ അത്. അപ്പോൾ ബി പാർട്ടിൻ്റെ ആൻസർ എഗെയിൻ 0.2 ന്യൂട്ടൺ തന്നെ. രണ്ട് ചാർജസിലും ഒരേ ഫോഴ്സാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസുകളുണ്ട് കേട്ടോ. നല്ല ടഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഹെഡിങ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. തിയറി ആയിട്ട് ഇത് ചോദിക്കാറില്ല കേട്ടോ. തിയറി ഞാൻ അത്യാവശ്യം കാണിച്ചു തരാം. പ്രോബ്ലമാണ് വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ടത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കാം. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കാം. ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ചാർജ് ഉണ്ട്. Q1 ആണത്. Q1. ഇത് ഇവിടെ വേറൊരു ചാർജ് ഉണ്ട്. Q2. ഇപ്പോൾ രണ്ടെണ്ണം മതി. ഇപ്പോൾ വേറെയും ചാർജസ് വരാമല്ലോ. ഇതെല്ലാം ഇരിക്കട്ടെ. ഓക്കെ, 1 മിനിറ്റ്. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് ദർ ബി വൺ മോർ ചാർജ് ഹിയർ Q3. ലെറ്റ് ദർ ബി വൺ മോർ ചാർജ് Q3. ഞാൻ പറഞ്ഞു എന്നു വെച്ചാൽ ദർ ആർ 3 ചാർജസ് Q1 Q2 Q3 ഓൾറെഡി ഇവിടെ പ്രസൻ്റ് ആയിരുന്നു. Q1 Q2 Q3 Q4 എന്ന് പറഞ്ഞാൽ കുറേ ചാർജസ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ പുതിയതായിട്ടൊരു ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. Q എന്ന് പറഞ്ഞാൽ പുതിയൊരു ചാർജിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ഓരോ ചാർജും ഇതിനെ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. ഐ മീൻ അൺലൈക്ക് ചാർജ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ Q1 Q2 Q3 Q4 എല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഞാൻ പുതിയതായിട്ട് Q എന്ന് പറഞ്ഞൊരു ചാർജിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഓരോ ചാർജും ഇതിനെ റിപ്പൽ ചെയ്യും. Q1 എന്ന് പറഞ്ഞ ചാർജ് Qവിനെ റിപ്പൽ ചെയ്യും വിത്ത് എ ഫോഴ്സ് F1. അതേ ലൈനിലേ വരുള്ളൂ നമുക്കറിയാം. Q1 എന്ന് പറഞ്ഞ ചാർജ് Qവിനെ റിപ്പൽ ചെയ്യും വിത്ത് എ ഫോഴ്സ് F1. അതുപോലെ Q2 എന്ന് പറഞ്ഞ ചാർജ് Qവിനെ റിപ്പൽ ചെയ്യും വിത്ത് എ ഫോഴ്സ് F2. Q3 Qവിനെ റിപ്പൽ ചെയ്യും F3 എക്സെട്ര. അപ്പോൾ പറഞ്ഞു തന്നത് Qയിൽ വരുന്ന ടോട്ടൽ ഫോഴ്സ് ശ്രദ്ധിച്ച് കേൾക്കണം. Qയിൽ വരുന്ന ടോട്ടൽ ഫോഴ്സ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ ചാർജസ് ഈസ് ദ വെക്റ്റർ സം ഓഫ് F1 F2 F3 എക്സെട്ര. ദ നെറ്റ് ചാർജ് ഞാൻ ഇവിടെ എഴുതി വെക്കാം. ദ ടോട്ടൽ ചാർജ്, ദ ടോട്ടൽ ഫോഴ്സ് ഓൺ Q
ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് എക്സെട്ര. This is said to be superposition principle. വായിക്കാം. ഫോഴ്സ് ഓൺ എനി ചാർജ്, അതായത് Q, ഫോഴ്സ് ഓൺ എനി ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് അതർ ചാർജസ് ഈസ് ദ വെക്റ്റർ സം ഓഫ് all the forces on that charge due to the other charges taken one at a time. This is termed as the principle of superposition. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറഞ്ഞാൽ ക്യൂവിൽ വരുന്ന ടോട്ടൽ ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ ഓരോ ചാർജും ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂളംസിലെ പ്രകാരം കണ്ടുപിടിക്കുന്നു. അതെല്ലാവരും കൂടി വെക്റ്റർ സമ്മേഷൻ ചെയ്യുന്നു. ഫോഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. വെക്റ്റർ സമ്മേഷൻ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് പ്രോബ്ലം വരുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, പ്രോബ്ലം വരുമ്പോൾ പറഞ്ഞുതരാം. എക്സാമിന് തിയറി ചോദിക്കാനുള്ള സാധ്യത ഇല്ല. തിയറി ചോദിക്കുകയാണെങ്കിൽ വേറൊന്നും പറഞ്ഞിട്ട് ഇതും കൂടി ഒന്ന് വെറുതെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. F1 മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ F1 വെക്ടറായിട്ട് എഴുതാൻ വേണമെങ്കിൽ F1 എന്ന് പറഞ്ഞാൽ ഇയാളും ഇടയ്ക്കുള്ള ഫോഴ്സ് അല്ലേ F1. ഡയഗ്രാം നോക്ക്. എക്സാമിന് തിയറി ആയിട്ട് ചോദിച്ചാൽ ഇത് എഴുതിയിട്ട് വേറൊന്നും പറഞ്ഞിട്ട് ഇതും കൂടി ഒന്ന് എഴുതി വെച്ചാൽ എല്ലാ ഡീറ്റെയിൽസായി. അതുകൊണ്ട് പറയാം. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. വി ക്യാൻ യൂസ് കൂളംസ് ലോ. വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി ഇവിടെ നിന്ന് എഴുതി വെച്ചാൽ മതി, തിയറി ആയിട്ട് ചോദിച്ചാൽ മാത്രം. K×Q1Q ഡിവൈഡഡ് ബൈ R1². ഡയറക്ഷന് നമ്മൾ F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ നോക്കിയേ. R1 അതേ ഡയറക്ഷനിലാണ് F1. R1 അതേ ഡയറക്ഷനിലാണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് R1 ക്യാപ്പ് എന്നാണ് എഴുതുക. ഇതിനെപ്പറ്റി നമ്മൾ പിന്നീട് പഠിക്കും. വെക്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്സിൽ വരുന്നുണ്ട്. നിങ്ങൾ മാത്സ് എടുത്തിട്ടില്ല ഇല്ലെന്ന് എല്ലാവരും എടുത്തോന്ന് എനിക്കറിയില്ല. തൽക്കാലം ഫോർമാലിറ്റിക്ക് വേണ്ടി ഇത് എക്സാമിന് തീരെ ആയിട്ട് ചോദിക്കും, നമ്മൾ ഇങ്ങനെ എഴുതും. അപ്പോൾ ഇതെന്താണ് R1 ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എഴുതണമെന്ന് വെച്ചാൽ F1 എന്ന് പറഞ്ഞാൽ R1 അതേ ഡയറക്ഷനിലാണ്. ഈ ഡയഗ്രാം ഒന്ന് നോക്കിയേ. R1 അതേ ഡയറക്ഷനിലാണെന്ന് കാണിക്കാൻ നമ്മൾ ഒരു സിമ്പിൾ വേണമല്ലോ. R1 അതേ ഡയറക്ഷനിലാണെന്ന് കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ നമ്മളെ കയ്യിൽ വേണമല്ലോ. അതുകൊണ്ട് എഴുതിയെന്ന് മാത്രം കരുതിയാൽ മതി, വേറെ ഇതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അതുപോലെ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് F2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചാർജ് തമ്മിലുള്ള ഫോഴ്സാണ്? F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q2-ഉം Qവും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സാണ് F2. ഡയഗ്രാം നോക്ക്. F2 എന്ന് പറഞ്ഞാൽ Q2-ഉം Qവും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സാണ്. K×Q2Q ഡിവൈഡഡ് ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 അതേ ഡയറക്ഷനിലാണ്. R2 അതേ ഡയറക്ഷനിലാണ് F2 എന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ ഇങ്ങനെയാണ്. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫുൾ മാർക്ക് ഇത്ര എഴുതിയാൽ കിട്ടും. കേട്ടല്ലോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്യാപ്പൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്നുള്ളത് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് പ്രോബ്ലംസുകൾ വരുന്നുണ്ട്. നമുക്കതിനു മുമ്പ് ഒരു തിയറി ഒന്ന് പഠിച്ചാലോ? ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ചാർജ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഞാനും പറയുന്നത്. വി ഹാവ് എ ചാർജ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജാണ്, ഫിക്സ്ഡ് ആണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചേക്കാം ഫിക്സ്ഡ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ അടുത്തായിട്ട് വേറൊരു ചാർജ് വെക്കാൻ പോവാണ്. ലെറ്റ് ഇറ്റ് ബി എ യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജ് 1 കൂളം എന്നാണ് പറയാം. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പുതിയതായിട്ട് ഒരു 1 കൂളം ചാർജിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ ക്യൂ ഇതിനെ റിപ്പൽ ചെയ്യും. ശരിയല്ലേ? എഗ്രി ചെയ്യുന്നുണ്ടോ? അല്ലേ? കറക്റ്റ് അല്ലേ? എന്തായാലും മിണ്ടാത്തത് അല്ലേ? ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നോക്ക്. വി ഹാവ് എ ചാർജ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്ക്.
ഇത് ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒട്ടും അനങ്ങില്ല, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. വേറെ ആരും ഇല്ല ഇപ്പോൾ. ഇനീഷ്യലി ഈ ക്യൂ അല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല ഇപ്പോൾ. ഓക്കെ, ഞാൻ പുതിയതായിട്ട് ഒരു 1 കൂളം ചാർജ് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കൂളം ഇവിടെ ഞാൻ പുതിയതായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ വെച്ച ആ സെക്കൻഡിൽ ഇയാൾ ഇതിനെ റിപ്പൽ ചെയ്യും. അത് ശരിയല്ലേ? അത് എഗ്രി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ആ, റിപ്പൽ ചെയ്യും. വേറെ പുതിയതായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, റിപ്പൽ ചെയ്യും. സപ്പോസ് ഈ ഡിസ്റ്റൻസ് 6 ആണെന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾ പുതിയതായിട്ട് കൊണ്ടുവന്ന യൂണിറ്റ് ചാർജിന് റിപ്പൽ ചെയ്യും വിത്ത് ഫോഴ്സ്. വിത്ത് സം ഫോഴ്സ് അല്ലേ, വിത്ത് ഫോഴ്സ്. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോഴ്സാണ്. പലരും ഞാൻ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് എന്താണെന്നറിയാമോ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക. കാരണം ഫീൽഡിൻ്റെ മലയാളം റീജിയൻ എന്നാണല്ലോ. അത് തെറ്റാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റീജിയൻ അല്ല. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനേഷൻ റീജിയൻ അല്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. അത് ആദ്യമേ തന്നെ പഠിച്ചു വെച്ചോ. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അത്രേ ഉള്ളൂ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അതർ ചാർജസ്. മറ്റ് ചാർജ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. 1 കൂളം ചാർജിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് കേട്ടാൽ ഓർത്ത് വെച്ചേക്കണം, അതൊരു ഫോഴ്സാണ്. ആരിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഫോർമുലയായിട്ട് പഠിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഫോർമുലയായിട്ട് പഠിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും എഴുതി വെച്ചേക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ക്യൂ എറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ആർ. ഫിഗറിലുണ്ട് എന്നാലും. എറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ആർ മീറ്റർ ഈസ് given by E equal to K into നമ്മളെ ഫോർമുല കൂളംസ് ലോ, K into Q1 into Q2. Q1 into Q2 എന്ന് പറയുമ്പോൾ Q into 1 Q തന്നെയാണ്, ഡിവൈഡ് ബൈ R സ്ക്വയർ. ഫോർമുല പഠിച്ചില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൂളംസ് ലോ പഠിച്ചു വെച്ചാൽ മതി, ഒന്നുമില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 1 കൂളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ് ക്യൂ അറ്റ് എ പോയിന്റ് ഇൻ സ്പേസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഫോഴ്സ്, ഓക്കെ, ദാറ്റ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വുഡ് എക്സ്പീരിയൻസ് ഇഫ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. കഴിഞ്ഞാൽ പറയാം. ഓക്കെ, ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ.